ഒരിക്കൽ വളരെ പ്രശസ്തനായ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ആളുകളെല്ലാവരും വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു വയസ്സായ ഗുരുവിനെ കണ്ടു. ഒരുപാട് അഹങ്കാരിയായിരുന്ന ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് അദ്ദേഹം ഗുരുവിനേക്കാൾ മുകളിലാണ് എന്ന് തെളിയിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഗുരുവുമായി സംഭാഷണത്തിലേർപ്പെട്ടു. അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു, എടോ വയസ്സായ ഗുരുവേ, തന്നെക്കുറിച്ച് ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് തനിക്കറിയാമോ? ഗുരു മറുപടി പറഞ്ഞു, നീ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. നീ നിന്റെ ചിന്തകൾക്ക് സ്വതന്ത്രനാണ്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എങ്കിലും ഞാൻ പറയാം, എൻ്റെ കണ്ണുകളിൽ നീ വെറും ഒരു പുഴുവാണ്. ഇത് കേട്ട ഗുരു ശാന്തനായി ഒന്ന് പുഞ്ചിരിച്ചു. ഈയൊരു മനോഭാവം ഉൾക്കൊള്ളാനാവാത്ത ആ ഉദ്യോഗസ്ഥൻ കൗതുകത്തിൻ്റെ പുറത്ത് ഗുരുവിനോട് ചോദിച്ചു, എന്നെക്കുറിച്ച് നീ എന്താണ് ചിന്തിക്കുന്നത്? ഗുരു മറുപടി പറഞ്ഞു, എൻ്റെ കണ്ണുകളിൽ നീ ബുദ്ധനെ പോലെയാണ്. ഇത് കേട്ട് ഒരുപാട് സന്തോഷിച്ച ഉദ്യോഗസ്ഥൻ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അദ്ദേഹം വീട്ടിലെത്തി ഈ കാര്യങ്ങളെല്ലാം ഭാര്യയുടെ അടുത്ത് വീമ്പ് പറഞ്ഞു. ഭാര്യ ഒന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു മണ്ടൻ തന്നെ. പുഴുവിൻ്റെ ഹൃദയമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണുന്നവരെയെല്ലാം പുഴുവായി തോന്നുന്നത്. എന്നാൽ ആ ഗുരുവിനോ അദ്ദേഹത്തിന് ബുദ്ധൻ്റെ ഹൃദയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിങ്ങളെ പോലും ബുദ്ധനായി കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മൾ മറ്റുള്ളവരെ കാണുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായ രൂപം ഒരിക്കലും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലോകത്ത് കാണുന്നത് മറ്റൊരു നിങ്ങളെയാണ്. ഈ ഒരു കാര്യം അടുത്ത തവണ നിങ്ങൾ ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ ഓർത്ത് വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.